ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ കോവയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. നീളത്തിൽ കോവക്ക, ഏകദേശം 1/2 കിലോ കോവക്കയുണ്ട്, നീളത്തിൽ അരിഞ്ഞു വെച്ച് അതിൽ കറിവേപ്പില, ഒരു സവാള, വലിയൊരു സവാള എല്ലാം നീളത്തിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി എല്ലാം നീളത്തിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ തേച്ച് ഒരു 10 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം അത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് തിരി കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10-20 മിനിറ്റ് ഇതുപോലെ വെച്ചിട്ട് ഇളം തിരിയിൽ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ നിങ്ങളെല്ലാവരും ഇത് കാണലുണ്ടോ എങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിയാൽ നല്ലതാണ്. ഏകദേശം ആയി വരുന്നുണ്ട്. നമ്മുടെ മെഴുക്ക് വരട്ടി തയ്യാർ, കോവയ്ക്ക മെഴുക്ക് വരട്ടി തയ്യാർ. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ കോവയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. നീളത്തിൽ കോവക്ക, ഏകദേശം 1/2 കിലോ കോവക്കയുണ്ട്, നീളത്തിൽ അരിഞ്ഞു വെച്ച് അതിൽ കറിവേപ്പില, ഒരു സവാള, വലിയൊരു സവാള എല്ലാം നീളത്തിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി എല്ലാം നീളത്തിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ തേച്ച് ഒരു 10 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം അത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് തിരി കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10-20 മിനിറ്റ് ഇതുപോലെ വെച്ചിട്ട് ഇളം തിരിയിൽ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ നിങ്ങളെല്ലാവരും ഇത് കാണലുണ്ടോ എങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിയാൽ നല്ലതാണ്. ഏകദേശം ആയി വരുന്നുണ്ട്. നമ്മുടെ മെഴുക്ക് വരട്ടി തയ്യാർ, കോവയ്ക്ക മെഴുക്ക് വരട്ടി തയ്യാർ. ഓക്കെ.